ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഡി സുധീഷ് കുമാറിനെയും SIT വീണ്ടും ചോദ്യം ചെയ്തുവെന്ന് കൊല്ലം ബ്യൂറോ. ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന്റെയും തമിഴ്നാട്ടിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ. അരുൺരാജ് കൊല്ലത്ത് നിന്ന്. അരുൺരാജ്, വിവരങ്ങൾ. ഇന്നലെയാണ് SITയുടെ പ്രത്യേക സംഘം തിരുവനന്തപുരത്തെ ജയിലിലെത്തി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ ഡി സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്തതായുള്ള വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. മണിക്കൂറുകളോളം ഈ ചോദ്യം ചെയ്യൽ നീണ്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ പങ്കജ് ഭണ്ഡാരിയുടെയും അതുപോലെ തന്നെ ഗോവർദ്ധന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ SIT നടത്തിയത്. പ്രധാനമായും ഈ സ്വർണ്ണക്കടത്ത് അന്താരാഷ്ട്ര തലത്തിലേക്കടക്കം കടന്നു എന്ന ചില വെളിപ്പെടുത്തലിന്റെയും ചില മൊഴികളുടെയും അടക്കം അടിസ്ഥാനത്തിലായിരുന്നു ഈ ചോദ്യം ചെയ്യലടക്കം നടന്നത്. ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചടക്കം വിവരങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ അന്താരാഷ്ട്ര സംഘവുമായി ബന്ധമുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആര് വഴിയാണ് ഇതുമായുള്ള ബന്ധപ്പെടൽ നടത്തിയത് എന്നീ കാര്യങ്ങളിലാണ് കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ അവ്യക്തത തുടരുന്നു എന്നുള്ളതാണ് SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം സുധീഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴി, താൻ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ ഈ ഉത്തരവിറങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് അവിടേക്ക് എത്തിയത്. താൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സുധീഷ് കുമാറിന്റെ ചില ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട SITക്ക് സംശയമുണ്ടായിരുന്നു. ഇതിലൊരു വ്യക്തതയാണ് SIT ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് ഇന്നലെ ജയിലിൽ നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കസ്റ്റഡി വാങ്ങിൽ മറ്റു പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും SIT നടത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.